Moving our focus, well, tensions between the Congress party and CPIM continues to peak in Kerala. Now, after Kerala's Chief Minister Pinarayi Vijayan's scathing attack and remarks against Rahul Gandhi, left-backed independent MLA PV Anwar actually stoked another controversy after he called Rahul Gandhi a low-level citizen and asked him to undergo a DNA test. Addressing an election rally in Palakkad on Tuesday, Anwar said that Rahul does not deserve his surname and that he must undergo a DNA test to determine if he really is a Gandhi. Now, Chief Minister Pinarayi Vijayan also backed PV Anwar's statement and said that Rahul is not such a great personality. Congress MP Shashi Tharoor, however, miffed at the recent remarks by left in Kerala, said that CPIM has forgotten that it is a part of the INDIA bloc and is busy attacking its own allies instead of attacking the Bharatiya Janata Party. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ തന്നെ സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു 4-കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കവുമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഇങ്ങനെ വിമർശിക്കുന്നത് അത് മോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവടക്കം പറയുന്നത്. അതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ പറയുന്നു. അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി This type of most defamatory remarks is totally shocking. That from a CPM MLA is saying all these things. Basically, it is not insulting Rahul Gandhi. It is insulting the great martyr Rajiv Gandhi. Chief Minister Pinarayi Vijayan has to respond on it. Whether this is the party line to defame Rajiv Gandhi and the family, yes, then it is very shocking and painful for all of us.